ഇസ്ലാം എന്ന് പറയുന്നത് മനുഷ്യപ്പറ്റുള്ള മതമാണ്. മനുഷ്യപ്പറ്റുള്ള മതമാണ്. എല്ലാവരെയും പരിഗണിക്കണം എന്നുള്ളതാണ് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. അതുകൊണ്ടാണല്ലോ നിങ്ങൾ നോക്കൂ, ഫിഖ്ഹിന്റെ ഏത് നിയമം എടുത്ത് പരിശോധിച്ചാലും ഒന്നുകിൽ ഹിഫ്ളുദ്ദീൻ, ദീനിനെ സംരക്ഷിക്കാനായിരിക്കും ആ നിയമം സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഹിഫ്ളുൽ നഫ്സ്, ശരീരത്തെ സംരക്ഷിക്കാനായിരിക്കും ആ നിയമം ഉണ്ടാവുക, അല്ലെങ്കിൽ ഹിഫ്ളുൽ അഖൽ, ബുദ്ധിയെ സംരക്ഷിക്കാനായിരിക്കും, അല്ലെങ്കിൽ ഹിഫ്ളുൻ നസബ്, തറവാടിനെ സംരക്ഷിക്കാനായിരിക്കും. എന്താണ് വ്യഭിചാരം ഹറാമായത്? തറവാടിനെ സംരക്ഷിക്കാനാണ്. ഇല്ലെങ്കിൽ ഇവിടെ ജാരസന്തതികൾ ഉണ്ടാകും. എന്തുകൊണ്ടാണ് MDM ഹറാമായത്? എന്താണ് ലഹരി തെറ്റാവാനുള്ള കാരണം? ഹിഫ്ളുൽ അഖൽ, ബുദ്ധിയെ സംരക്ഷിക്കാനാണത്. കണ്ടോ? എന്തുകൊണ്ടാണ് ധൂർത്ത് ഹറാമായത്? അടിച്ചുപൊളി കല്യാണങ്ങൾ ഹറാമായത് എന്തുകൊണ്ടാ? ഹിഫ്ളുൽ മാൽ, സമ്പത്തിനെ സംരക്ഷിക്കാനാണത്. അപ്പൊ ഏത് ഡോൺസുകളും ഹറാമുകളും നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അള്ളാഹ്ക്കൊന്നും കിട്ടാനൊന്നുമല്ല. അള്ളാഹ് എന്ത് കിട്ടാനാ? എന്ത് കിട്ടാനാ? നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ്. മനുഷ്യനെ സംരക്ഷിക്കുന്ന നിയമസംഹിതകളാണ് അൽ ഫിഖ്ഹുൽ ഇസ്ലാമി, ഇസ്ലാമിന്റെ കർമ്മശാസ്ത്ര നിയമങ്ങൾ.